everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 ഒക്ടോബർ 13 മുതൽ 18 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഈ ആഴ്ചയും ശക്തമായ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർച്ചയായ രണ്ടാം ആഴ്ചയും ഇൻഡെക്സസ് ഉയർന്നതോടെ ദീപാവലി മുന്നോടിയുള്ള ഉത്സവാഘോഷം വിപണിയിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ആഭ്യന്തര ആവശ്യം ശക്തമായതും ആഗോള സൂചികകൾ അനുകൂലമായതുമാണ് ഈ ഒരു മുന്നേറ്റത്തിന് പ്രധാന കാരണമായി മാറിയിട്ടുള്ളത്. US പണപ്പെരുപ്പം താഴ്ന്നതായി വന്ന പുതിയ ഡേറ്റ, ഫെഡറൽ റിസർവ് അടുത്ത മാസങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇത് വളർത്തിയിട്ടുണ്ട്. ഇതോടെ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും വിദേശ നിക്ഷേപങ്ങൾ വീണ്ടും ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരാഴ്ച വിദേശ നിക്ഷേപകരായിട്ടുള്ള FIs 373 കോടി രൂപയ്ക്കാണ് സെല്ലിംഗ് നടത്തിയിട്ടുള്ളത്. ആഭ്യന്തര നിക്ഷേപകരായിട്ടുള്ള DIS ആകട്ടെ 16,247 കോടി രൂപയ്ക്കാണ് ബൈങ് നടത്തിയിട്ടുള്ളത്. നെറ്റ് നോക്കുമ്പോൾ 15,873 കോടി രൂപയാണ് വന്നിട്ടുള്ളത്. നിഫ്റ്റി 1.4%, സെൻസെക്സ് 1.2% ഉയർന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലായി മാറിയിരിക്കുകയാണ്. ഉത്സവകാല പ്രതീക്ഷയും വിപണി ആശ്വാസം ഇതിൽ നിന്ന് പ്രകടവുമാണ്. നിഫ്റ്റി 50യും സെൻസസും മികച്ച നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരാഴ്ച മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിഫ്റ്റി മിഡ് ക്യാപ് 150 2.1%, നിഫ്റ്റി സ്മോൾ ക്യാപ് 250 2.4% ഉയർന്നത് ആഭ്യന്തര ആവശ്യകതയുടെ ശക്തിയും ചെറിയ കമ്പനിയിലെ നിക്ഷേപ ആവശ്യത്തെയും സൂചിപ്പിക്കുന്നതാണ്. അതേസമയം ആഗോള ഘടകങ്ങൾ സ്ഥിരത പുലർത്തിയതിനാൽ ഇന്ത്യസ് വിക്സ് 3.5% താഴ്ന്ന് 11.2 ആയി മാറിയിരിക്കുകയാണ്. വിപണി ചാഞ്ചാട്ടം കുറവായതും നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശ്രദ്ധേയമായതും ഇത് വ്യക്തമാക്കുന്നു. രൂപയുടെ മൂല്യം US ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് 88.01 ക്ലോസ് ചെയ്തു. സ്ഥിരമായ ഫോറക്സ് റിസർവുകളും വിദഗ്ധ നിക്ഷേപ പ്രവാഹങ്ങളും ഇതിന് കാരണമായി. ഇതോടെ ഇന്ത്യൻ വിപണി ആഗോള അനിശ്ചിതങ്ങൾക്കിടയിലും പ്രതീക്ഷാഭരിതമായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ആഗോള വിപണിയിൽ ഈ ഒരാഴ്ച മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ഉണ്ടായിരുന്നത്. US വിപണിയിൽ ഡോ ജോൺസ് 0.7% ഉയർന്നപ്പോൾ നാസ്ഡാക്ക് 0.4% ഇടിവ് രേഖപ്പെടുത്തി. ടെക് ഓഹരിയിലെ വോളറ്റൈലിറ്റിയാണ് ഇതിന് പ്രധാന കാരണമായി മാറിയത്. യൂറോപ്യൻ വിപണിയിൽ FTSE 100 0.3%, ജർമ്മനിയിൽ ഡാക്സ് 0.5% നേട്ടം കൈവരിച്ചു. പണപ്പെരുപ്പം കുറഞ്ഞതിന്റെ പ്രതിഫലമായി ഇത് മാറിയിട്ടുണ്ട്. ഏഷ്യൻ വിപണിയിൽ ജപ്പാൻ നിക്കായ് 1.8%, കൊറിയൻ കോപ്സി 0.9% ഉയർന്നത് പ്രദേശത്തെ സാമ്പത്തിക വീണ്ടെടുപ്പിനുള്ള പ്രതീക്ഷയാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ചൈനീസിന്റെ ഹങ്കായ് കോമ്പോസിറ്റ് 0.6% ഇടിഞ്ഞത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ദുർബലത മൂലമാണ്. ആഗോള വിപണിയിൽ അനിശ്ചിതത്വത്തിലും സമയമനത്തിലും കഴിയുമ്പോഴും ഇന്ത്യ തനിക്കുള്ള കരുത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ ഒരാഴ്ച 10 ഗ്രാം ഗോൾഡിന് 1,27,320 രൂപയും 1 കിലോ വെള്ളിക്ക് 1,57,300 രൂപ എന്ന നിലയിലേക്ക് ഉയരുകയാണ്. രണ്ടും റെക്കോർഡ് നിലകളിലാണ് ഉള്ളത്. ഫെഡിന്റെ പലിശ നിരക്ക് കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയും US ഗവൺമെന്റ് ഷട്ട്ഡൌൺ മൂലമുള്ള സുരക്ഷാ നിക്ഷേപ ആവശ്യം വർദ്ധിപ്പിച്ചതും ഇതിന് കാരണമായിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $61.29 ബാരലിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് സംഘർഷവും അമേരിക്കൻ ക്രൂഡ് ഓയിൽ ഇൻവെന്ററി വർധനയും ഇതിന് കാരണങ്ങളായി മാറിയിട്ടുണ്ട്. യുഎസിന്റെ 10 വർഷ ട്രഷറി yield 5.39% ആയി താഴ്ന്നത് ആഗോള മാർക്കറ്റുകൾക്ക് ആശ്വാസം നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ ഉയർന്ന വളർച്ചാ സാധ്യതയും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിക്ഷേപ സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ഓവറോൾ നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോഴാകട്ടെ ഈ ഒരാഴ്ച ഇന്ത്യൻ വിപണി ഉത്സവകാല ആവേശവും ആഭ്യന്തര ആവശ്യ വളർച്ചയും ആഗോള പ്രതീക്ഷകളും ചേർന്ന് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. വിദേശ നിക്ഷേപകർ മടങ്ങിയെത്തിയതും സ്വർണം വെള്ളി ഉയർന്നതും രൂപ ചെറിയ തോതിലെങ്കിലും ശക്തിപ്പെട്ടതും വിപണിയുടെ ആന്തരിക കരുത്തിനെ തെളിയിക്കുന്നതാണ്. മുന്നോട്ടുള്ള ആഴ്ചകളിൽ ഫെഡിന്റെ തീരുമാനം, ക്രൂഡ് ഓയിലിന്റെ വില, റുപ്പിയുടെ നീക്കം എന്നിവയെ വിപണി ആശ്രയിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.